ക്യാമറ ഓൺ ചെയ്ത ബാക്കിയുള്ളവര്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് എഴുതിക്കോ. റിഫ്രാക്ഷൻ ത്രൂ മൾട്ടിപ്പിൾ മീഡിയ. ഓക്കെ, റിഫ്രാക്ഷൻ ത്രൂ മൾട്ടിപ്പിൾ മീഡിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് ലാബ് പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, മൾട്ടിപ്പിൾ മീഡിയ ആണ് വന്നിരിക്കുന്നത്. എയർ വന്നിട്ടുണ്ട്, വാട്ടർ വന്നിട്ടുണ്ട്, ഗ്ലാസ് വന്നിട്ടുണ്ട്, പിന്നെ എയറിലേക്ക് തന്നെ പോകുന്നതാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഒരു റേ വരുന്നു, റേ ഓഫ് ലൈറ്റ് വരുന്നു. ഓക്കെ, നോർമല് നോക്കിക്കേ. എയർ എന്ന് പറയുന്നത് എന്ത് മീഡിയ? റെയറർ മീഡിയം. വാട്ടർ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയം. അപ്പൊ റേ ഓഫ് ലൈറ്റ് എവിടെ നിന്നാ വരുന്നത്? റേ ഓഫ് ലൈറ്റ് വരുന്നത് എവിടെന്നാ? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് വരുന്നത്, അല്ലെ? അപ്പൊ നോക്കിക്കോ, അപ്പൊ എന്താ സംഭവിക്കുക? ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കോ, ബെൻഡ് അവേ ഫ്രം ദ നോർമൽ ആയിരിക്കോ? ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇത് I1, ഇത് R1. ഓക്കെ, അപ്പോ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വന്ന്, എയറിൽ നിന്ന് വാട്ടറിലേക്ക് വന്നു. ഇനി അടുത്തത് ആ റേ ഓഫ് ലൈറ്റ് വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോണേ. വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകണം. അപ്പൊ ഇത് നോർമല്. അപ്പോ വാട്ടർ റെയറർ മീഡിയം ആണ്, ഗ്ലാസ് ഡെൻസർ മീഡിയം. അപ്പോ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഓക്കെ, അപ്പൊ ഇത് R1 ആണെങ്കിൽ ഇതെന്തായിരിക്കും? R1. ഓക്കെ, ഇതിനെ ഞാൻ R2 എന്ന് എടുക്കണേ. R2. ഓക്കെ, ഇനി ഗ്ലാസ്സിൽ നിന്ന് അടുത്ത എയറിലേക്ക് പോകണേണ്ട. ഗ്ലാസ്സിൽ നിന്ന് ഇത് നോർമല്. ഇത് R2 ആണെങ്കിൽ ഇത് R2. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ് പോരുന്നത്. അപ്പൊ ഗ്ലാസ് എന്ത് മീഡിയം ആണ്? ഡെൻസർ. ഓക്കെ, ഇനി എയർ എന്ന് പറയുന്നത് എന്ത് മീഡിയം ആണ്? റെയർ. അപ്പൊ ഡെൻസർ ടു റെയറർ ആണ് റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യണത്. അപ്പൊ റേ ഓഫ് ലൈറ്റ് ഇസ് കമ്മിങ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അപ്പൊ എന്ത് വരും? എവേ, ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഈ ആംഗിൾ നമ്മൾ പറയുന്ന പേരെന്താ? ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, ആംഗിൾ ഓഫ് എമർജൻസ്. അപ്പൊ നോക്കിക്കേ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോട്ടാ. എന്താ പഠിച്ച? റിഫ്രാക്ഷൻ ത്രൂ മൾട്ടിപ്പിൾ മീഡിയ. മൾട്ടിപ്പിൾ മീഡിയ എന്ന് പറയുമ്പോൾ എയർ ഉണ്ട്. ഫസ്റ്റ് ഒരു റേ ഓഫ് ലൈറ്റ് എയറിൽ നിന്ന് വന്ന് വാട്ടറിലേക്ക് വീഴുന്നു, വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുന്നു, ഗ്ലാസ്സിൽ നിന്ന് വീണ്ടും എയറിലേക്ക് പോകുന്നതാണ് നമ്മൾ വരച്ചത്. അപ്പൊ റേ ഓഫ് ലൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും എയർ ഒരു റെയറർ മീഡിയം ആണ്, വാട്ടർ ഡെൻസർ മീഡിയം ആയതുകൊണ്ട് റേ ഓഫ് ലൈറ്റ് ഇസ് ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പൊ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1 ആയിട്ട് എടുത്തു, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 ആയിട്ട് എടുത്തു. ഇനി അടുത്തത് ആ റേ ഓഫ് ലൈറ്റ് വന്ന് ഇവിടെ ഇൻസിഡന്റ് ചെയ്യണേ, വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോവുക. അപ്പോഴും റെയറർ ടു ഡെൻസർ ആണ്. അപ്പൊ ബെൻഡിങ് ടുവേർഡ്സ് നോർമൽ. ഈ ആംഗിൾ R1 ആണെങ്കിൽ ഈ ആംഗിളും എത്രയായിരിക്കും? ഒരു ട്രാൻസ്വേഴ്സലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇത് R1 ആയതുകൊണ്ട് ഇതും R1. അടുത്തത് ഇനി ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുന്നതാണ് നമ്മൾ വരച്ചത്. ഓക്കെ, അപ്പൊ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുന്നു. അപ്പൊ ഗ്ലാസ് എന്ന് പറയുന്നത് ഡെൻസർ ആണ്, അതിൽ നിന്ന് എയറിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ റേ ഓഫ് ലൈറ്റ് ഇസ് ബെൻഡിങ് എവേ ഫ്രം ദ നോർമൽ. അങ്ങനെ നമുക്ക് ഈ ആംഗിൾ ഓഫ് എമർജൻസി കിട്ടി. ഇനി നമുക്ക് ഓരോ സ്ഥലത്തും എന്ത് അപ്ലൈ ചെയ്യാം? ഏത് ലോയാണ് നമ്മൾ പഠിച്ചത്? സ്നെൽസ് ലോ. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തും റിഫ്രാക്ഷൻ നടക്കുന്ന ഓരോ പോയിന്റിലും നമ്മൾ എന്താ അപ്ലൈ ചെയ്യാൻ പോവാ? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടെ എഴുതാം, അതായത് എയറിൽ നിന്ന് വാട്ടറിലേക്ക് കയറുന്ന ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്ന് പറഞ്ഞ ഇവിടെ സൈൻ I1 by sin R1 equal to refractive index of second medium with respect to first medium. ഇവിടുത്തെ സെക്കൻഡ് മീഡിയം ഏതാ? ഫസ്റ്റ് മീഡിയം എയർ ആണ്, സെക്കൻഡ് മീഡിയം ഏതാണ്? വാട്ടർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? N
വാട്ടറിലേക്കാണ് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു എയർ. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ. ഇനി അവിടെ നിന്ന് വന്ന് ഇവിടെ എത്തി. ഇനി ഈ പോയിന്റിലോ ഒന്ന് പറഞ്ഞേ, സ്നെൽസ് ലോ പറഞ്ഞേ, അവിടുത്തെ ഒന്ന് പറഞ്ഞേ. സൈൻ R1 by R2 ഈക്വൽ ടു N2 by N1. ഇവിടുത്തെ സെക്കൻഡ് മീഡിയം ഏതാണ്? ഗ്ലാസ്. അപ്പൊ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ഓക്കെ, ഇനി അടുത്തത് ഈ പോയിന്റ് ഇവിടത്തെ ഒന്ന് പറഞ്ഞേ. സൈൻ R2 by സൈൻ E ഈക്വൽ ടു N2 by N1. ഇവിടുത്തെ സെക്കൻഡ് മീഡിയം ഏതാണ്? എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. സൈൻ ഇ നമ്മൾ കഴിഞ്ഞ റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് ലാബ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച് സൈൻ ഇ ഈക്വൽ ടു, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ഇവിടെ നിന്ന് കയറുന്ന ആംഗിൾ, അതായത് അതേ ആംഗിൾ തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ആംഗിൾ ഓഫ് എമർജൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് നമ്മൾ ഗ്ലാസ് ലാബിൽ നമ്മൾ പ്രൂവ് ചെയ്തതായിരുന്നു. അതായിരുന്നു നമ്മൾ ഗ്ലാസ് ലാബിൽ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ ഇ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെ ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ല. സൈൻ R2 ബൈ സൈൻ ഇക്ക് വരെ എന്ത് കൊടുക്കാം? സൈൻ I1 ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ദിസ് ഇക്വേഷൻ നമ്പർ 1, 2, 3. ഓക്കെ, ഇനി 3 ഇക്വേഷനും മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ I1 by സൈൻ R1 into സൈൻ R1 by സൈൻ R2 into സൈൻ R2 by സൈൻ I1. ഓക്കെ, ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഇത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതണേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കിയേ. സൈൻ I1 ബൈ സൈൻ R1 ഇൻറ്റു സൈൻ R1 ബൈ സൈൻ R2. ഓക്കെ, R1 ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് എന്താ? സൈൻ I1 ബൈ സൈൻ R2. സൈൻ I1 ബൈ സൈൻ R2 എന്ന് പറയുന്നത് എന്ത് തന്നെയാ? നോക്കിക്കേ, സൈൻ I1 ബൈ സൈൻ R2 എന്ന് പറയുന്നത് 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ദാറ്റ്സ് ഈക്വൽ ടു NGA. വേഗം എഴുതിക്കോട്ടെ, മനസ്സിലാക്കി എഴുതണേ. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലാവാത്ത ഉണ്ടോ? കിട്ടിയാ? ഏതാണ് 1 കിട്ടിയ ശേഷം? അത് ജസ്റ്റ് മറ്റേത് രണ്ടും കൂടി, അതായത് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. അത് ഈക്വൽ ടു NGA എന്ന് എഴുതിയേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NGA എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. ആ ലാസ്റ്റ് വൺ ഒന്ന് നോക്കിക്കേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറയുമ്പോൾ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്. അപ്പോൾ സെക്കൻഡ് മീഡിയം ഗ്ലാസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും എങ്ങനെ വരും? സൈൻ E ബൈ സൈൻ R2. സൈൻ E ബൈ സൈൻ R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ I1 ബൈ സൈൻ R2 അല്ലേ? അതാണ് നമുക്ക് കിട്ടിയത്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു. കിട്ടിയാ? കിട്ടി. ആന്നി കിട്ടി. ഏതാണ്? അത് തന്നെ. മിഷേലിന് കിട്ടിയാ? മനസ്സിലാക്കി എഴുതണേ. അഭിരാമിന് മനസ്സിലായോ? മനസ്സിലാക്കി എഴുതണോട്ടാ. അതാ കിട്ടുന്നുണ്ടോ? തേർഡ് ഇക്വേഷൻ ഇതെങ്ങനെയാ വന്നതാ? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണോ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതുണ്ട്. ഇതിന് മുമ്പത്തുള്ള പോർഷൻ നോക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു ഗ്ലാസ് ലാബിലേക്ക് ഒരു എയറിൽ നിന്ന് ഒരു ലൈറ്റ് റേ വന്ന് ഇവിടെ ഇൻസിഡന്റ് ചെയ്യണം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് കയറുമ്പോൾ കണ്ട ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എയർ എന്ന് പറഞ്ഞാൽ റെയറർ മീഡിയം ആണ്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡെൻസർ ആയിട്ടുള്ള മീഡിയം. അപ്പൊ റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമലിലേക്ക് ബെൻഡ് ചെയ്യും. ഇനി ഡെൻസർ ടു റെയറർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ബെൻഡിങ് എവേ ഫ്രം ദ നോർമൽ. ഇവിടെ നമ്മളിങ്ങനെ പ്രൂവ് ചെയ്ത് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ബെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് ഉള്ള ആംഗിൾ, അതായത് ഇവിടെ നിന്ന് കയറുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച്
അതായത് റിഫ്ലക്ട് ചെയ്യുന്ന റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിൾ നമ്മൾ ആംഗിൾ ഓഫ് എമർജൻസ് എന്നാ പറയുന്നത്. കഴിഞ്ഞ പോർഷനിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായി. അതായത് ഇവിടെ കയറുന്ന ആംഗിൾ അതായത് ക്ലോസർ ടു ദ നോർമൽ. ഇനി ബെൻഡ് ഒന്നും ചെയ്യാതെ പോവുകയാണെങ്കിൽ ഇത് ഇങ്ങനെ പോകും, സ്ട്രെയിറ്റ് ലൈൻ. അതാണ് ഈ സ്ട്രെയിറ്റ് പാത്ത് വരച്ച് കാണിച്ചേക്കണം. അപ്പൊ നമുക്ക് ബെൻഡ് ചെയ്ത് വരുന്ന ഈ ഒരു പാത്തും അത് ബെൻഡ് ചെയ്യാതെ വരുന്ന അതിന്റെ സ്ട്രെയിറ്റ് പാത്തും എന്ന് പറയുന്നത് രണ്ടും പാരലൽ ആയിട്ട് തന്നെയായിരിക്കും പോകുന്നത്. അതായത് ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പ്രൂവ് ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത സൈൻ ഇ ഈക്വൽ ടു സൈൻ i1. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ടോ കേട്ടോ, കുഴപ്പമില്ല. ടെസ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നേ? ട്യൂസ്ഡേ അല്ലേ? 30. അല്ല, 2 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതല്ലേ? അത് തന്നെ, ഓൾട്ടർനേറ്റിംഗ് കറന്റ് EMVs തന്നെയാ. അല്ല, ഇവിടെ അത് പഠിക്കാനുള്ള പ്രശ്നം കാരണമാണ് ആ ചാപ്റ്റർ തന്നെ വെച്ചത്. നിങ്ങൾക്ക് എക്സാമിന്റെ ഇടയിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് സെയിം ചാപ്റ്റർ തന്നെ വെച്ചത്. ട്യൂസ്ഡേ അല്ല, സെയിം ചാപ്റ്റർ തന്നെയല്ലേ? ഇവിടെ നെക്സ്റ്റ് ട്യൂസ്ഡേ ഒന്ന് പറഞ്ഞു. ട്യൂസ്ഡേ അല്ലേ? അല്ല, ഇവര് മാത്സിന്റെ കാര്യമോ പറയണത്. അവർക്ക് മാത്സ് ഉണ്ട് ഇവിടെ. അപ്പൊ പഠിച്ചോട്ടാ 2 ചാപ്റ്ററേ. ഏത് എക്സാമിനാ? നമുക്കിത് കഴിഞ്ഞ ചാപ്റ്റർ 2 അല്ലേ? കഴിഞ്ഞല്ലോ പഠിച്ച്. ഏതെങ്കിലൊക്കെ പഠിക്കും. ഇതിന് മാർക്ക് പറഞ്ഞാൽ വീട്ടിലേക്ക് വിളിക്കോട്ടെ എന്തായാലും. 1.5 മണിക്കൂറായിരിക്കും. മുപ്പത്. എല്ലാം ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് ഞാൻ അത്ര കാര്യത്തിലൊന്നും അങ്ങോട്ട് ഇട്ടിട്ടില്ല. അല്ല, പിന്നെ അറിഞ്ഞു വന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. കഴിഞ്ഞ വേഗം എഴുതിക്കേ. കൃത്തിക്കേ, അവിടെ നിന്ന് കണ്ണെടുത്തിട്ട് നീ എഴുത്. മനസ്സിലാക്കിയാണ് എഴുതണത്. ഇതെന്തോ ഓഫായി പോന്നേ? അബ്രാമ, നിങ്ങൾ വന്നേ. ഇത് ഇടക്കിടക്ക് ഓഫായി പോകുന്നുണ്ട്. എഴുതിയാ? ക്യാമറ ഓൺ ചെയ്ത ഓൺലൈനിൽ കയറിയിരിക്കുന്നവര് ആൻ എഴുതിയാ? ആൻജൂലി എഴുതിയാ? ഗൗരി എഴുതിയാ? സൗരഭ്? കൃത്തിക്ക് എഴുതിയാ? ഗൗരി എഴുതി കഴിഞ്ഞായിരുന്നാ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ.
ഓക്കെ, അടുത്തത് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത്. റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത് റിഫ്രാക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത്. ഓക്കെ, ഓക്കെ, ഈ ഫിഗർ ഒന്ന് വരച്ചെടുക്കണേ. അവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിരുന്നു. പറ്റുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് മാർക്കിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഇല്ല, ഇന്ന് ഇവിടെ വന്നിരുന്നു. നിനക്ക് എഴുതാൻ പറ്റില്ല. ആന് വാ വാ. ഓക്കെ, അടുത്തത് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ ശ്രദ്ധിക്കണേ, ഇതൊരു ടാങ്ക് ആണെന്ന് വിചാരിക്ക്. ഇതിൽ വാട്ടർ ഫിൽഡ് ആണ്. ഓക്കെ, ഒരു ടാങ്ക്. ഇതിന്റെ അടിയിലായിട്ട് ഒരു ഫിഷ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ ഈ ഫിഷിനെ നോക്കണതായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫിഗർ അതിലുണ്ട്, എന്നാലും വരക്കണം, എന്നാലേ എക്സാമിന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ടാങ്ക്, ആ ടാങ്കിന്റെ ഉള്ളിൽ വാട്ടർ ഫിൽഡ് ആണ്. ഇതിന്റെ അടിയിലായിട്ട് ഒരു ഫിഷ് ഉണ്ട്. ഒരാൾ പൊക്കത്ത് നിന്ന് ഈ ഫിഷിനെ ഒബ്സർവ് ചെയ്യണ രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പാരന്റ് ഡെപ്തും റിയൽ ഡെപ്തും പറയാൻ പോകുന്നത്. റിഫ്രാക്ഷന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ നോക്കിക്കേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരയ്ക്കുക. ആദ്യം ഒരു ടാങ്ക് വരയ്ക്കുക, അതിൽ വാട്ടർ ഫിൽഡ് ആണ്, ഫിഷ് ഉണ്ട്. അപ്പൊ ഈ ഫിഷിന്റെ ഇവിടെ നിന്ന് ലൈറ്റ്, ഇൻസിഡന്റ് ലൈറ്റ് ചെന്ന് ഇവിടെ ചെന്നിട്ടാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇൻസിഡന്റ് റേ ചെല്ലണേ. ഇൻസിഡന്റ് റേ ഇതാണ് ഇൻസിഡന്റ് റേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഓക്കെ, ഈ വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് ആള് നോക്കുന്നത്. ഓക്കെ, ഒരാള് ഫിഷിനെ നോക്കണതാണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പൊ വാട്ടർ എന്ന് പറയുന്നത് എന്ത് മീഡിയം? ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ആണ് നമ്മൾ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഡെൻസർ മീഡിയം, ഇത് ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് എടുത്തിട്ടുണ്ട്. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 എന്ന് എടുത്തിട്ടുണ്ട്. വാട്ടറിൽ നിന്ന് ലൈറ്റ് റേ ഇങ്ങോട്ട് ചെന്നിട്ടാണ് ഇയാളുടെ കണ്ണിൽ തട്ടുന്നത്. ഓക്കെ, അപ്പൊ ലൈറ്റ് റേ ചെല്ലുന്നു, ഇവിടെ എത്തുന്നു, നോർമൽ വരച്ചു. ഡെൻസർ ടു റെയറർ ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇതൊന്ന് കറക്റ്റ് ആയിട്ട് വരച്ചേക്കണം. ഞാൻ വരച്ചപ്പോ ചെറുതായിട്ടൊന്ന് നീങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, ബെൻഡ് എവേ ഫ്രം ദ നോർമലിന്റെ എവേ ബെൻഡ് ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ വരച്ചത്. ഇനി നോക്കിക്കേ,
ഇത് ആക്ച്വലി ഈ റേ, അതായത് റിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ഈ റേ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ വരും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിന്റെ പൊസിഷൻ ഇവിടെയാണെങ്കിലും ആൾക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഈ ഡിസ്റ്റൻസിൽ, ഇത്രയും പൊക്കത്തായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇതാണ് റിയൽ ഡെപ്ത്. അതായത് ഇതിന്റെ ഈ വാട്ടറിന്റെ സർഫസിൽ നിന്ന്, ഇപ്പൊ N എന്ന് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തേക്കണം ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഫിഷിന്റെ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് ഫിഷ് ഇവിടെയാണ് കിടക്കുന്നതെങ്കിലും ആൾക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇത്രയും ഡിസ്റ്റൻസ് പൊക്കത്തായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ സർഫസിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ്, അതായത് ഫിഷ് ആക്ച്വലി കിടക്കുന്ന ആ ഒരു പൊസിഷൻ, അതിനെയാണ് നമ്മൾ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയായിട്ടായിരിക്കും? കുറച്ച് പൊക്കത്തായിട്ട്, അതായത് ഇവിടെ ആണെങ്കിൽ കുറച്ച് പൊക്കത്തായിട്ടായിരിക്കും ആൾക്ക് കാണാൻ പറ്റുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ല? ഫിഷ് ഇവിടെ ആണെങ്കിൽ ലൈറ്റ് റേ ചെന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, ഇത് നോർമൽ ആണ്. റേ ചെല്ലുന്നത്, റേ ഓഫ് ലൈറ്റ് ഇസ് കമ്മിങ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എന്താ പറയാ? ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു. ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ പൊസിഷൻ കാണിക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. NO ഡിസ്റ്റൻസ് NO എന്ന് പറയുന്നതാണ് റിയൽ ഡെപ്ത്. അതായത് ഈ വാട്ടറിന്റെ സർഫസിൽ നിന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ്, ഇതാണ് റിയൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി ഇത് NO ഡാഷ് എന്ന് പറയുന്നതാണ് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയാം. മനസ്സിലാക്കി വരക്കണം. ഇത് വരച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ട് ഫിഗർ വരച്ചില്ലെങ്കിൽ കിട്ടില്ല. ഇത് ഇവിടെ നിന്ന് റേ പോകുന്നു, ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നിന്ന് റിഫ്രാക്ട് ചെയ്യുന്നു, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് R ആണെങ്കിൽ ഇത് R ആയിരിക്കും, ഇത് I ആണെങ്കിൽ ഇതായിരിക്കും. ട്രാൻസ്വേഴ്സലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ആംഗിൾസ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിൽ ഇത് വരച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേഗം വരച്ച് മനസ്സിലാക്കി വരക്കണം കേട്ടാ. ഉറക്കം വരരുത് നിനക്ക് എഴുതാതിരുന്നിട്ടുണ്ടെങ്കിൽ. ദേവ വരച്ചു. പോയിന്റ് കാണാൻ പറ്റണല്ലേ? നിങ്ങൾ പോയിരുത് ഇവിടെ ഇരുന്ന് വന്ന്. ഏത് പോയിന്റാ? ആശക്ക് കിട്ടിയാ? എന്തേ ഇത് ബെന്റെ വേന്നല്ലേ പറഞ്ഞേക്കുന്നേ? റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്നു, സർഫസിൽ ബെൻഡ് എവേ. ബെൻഡ് എവേ, ബെൻഡ് ടു വേർഡ്സ് എന്ന് ഇത്ര നോക്കിയാൽ മതി. ബെൻഡ് ടു വേർഡ്സ് ആണെങ്കിൽ ഇങ്ങനെ പോകും നേരെ. ബെൻഡ് എവേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകും. അത് സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരച്ചാലും പ്രശ്നമില്ല, കറക്റ്റാ. ഓക്കെ, ഇനി ഇവിടെ ഈ സർഫസിൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യുക? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യണേ. സ്നെൽസ് ലോ sin I by sin R equal to refractive index of second medium with respect to first medium. ഇവിടുത്തെ സെക്കൻഡ് മീഡിയം ഏതാ? എയർ. വാട്ടറിൽ നിന്ന് എയറിലേക്കാ പോകുന്നത്, ഡെൻസർ ടു റെയറർ. ഇപ്പൊ സെക്കൻഡ് മീഡിയം നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഓക്കെ അല്ലേ? ഇവിടെ നിന്നാണ് നമ്മുടെ റേ സ്റ്റാർട്ട് ചെയ്യുന്നത്. റേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെങ്കിൽ സ്നെൽസ് ലോ എന്ന് പറയുമ്പോൾ sin I by sin R equal to refractive index of second medium with respect to first medium. ഇവിടുത്തെ സെക്കൻഡ് മീഡിയം ഏതാ പറഞ്ഞേക്കുന്നത്? എയർ. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മളിപ്പോ 1 ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എത്രയാണ്? 1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ n. ഇനി നമുക്ക് sin I is approximately equal to I and sin R is approximately equal to R. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? I by R equal to 1 by n. ഓക്കെ, ഇനി നമ്മളിവിടെ tan I എടുക്കണേ. tan I ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം കേട്ടോ. അതായത് OP ഈ പോയിന്റ് ആണ്, P എന്ന് പറയുന്നത് ഈ പോയിന്റ്. OPN എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണേ. കൺസിഡർ ട്രയാങ്കിൾ OPN. ഓക്കെ, മനസ്സിലായോ? കുറച്ചുകൂടി വരച്ചാലേ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഈ പോയിന്റ് ആണ് ഞാൻ P എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. വരെ ഇച്ചിരി മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ,
ഒ പി എൻ എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേക്കണേണ്. ഇതിൽ നമ്മൾ ടാൻ ഐ എടുക്കുമ്പോൾ എങ്ങനെ വരും? ഓപ്പോസിറ്റ് സൈഡ്. ടാൻ ഐ എന്ന് പറയുന്നത് ഇതല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എവിടെ വരും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ പി എൻ ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് ഏതായിട്ട് എടുക്കാം? എന്നോ. ഓക്കെ, ഇനി അടുത്തത് അടുത്ത ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളെ ഒ ഡാഷ് പി എൻ. അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ ഒ ഡാഷ് പി എൻ. ഒ ഡാഷ് പി എന്നിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ടാൻ ആർ. ടാൻ ആർ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എൻ ഒ ഡാഷ്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ 1 2 1 divided by 2 tan I by tan R equal to Pn by No divided by Pn by No dash. Pn cancel. Okay, ഉള്ളത് No dash by No. Okay, No dash by No. ഇനി നമുക്ക് tan I ഇതെടുത്തതുപോലെ തന്നെ tan I is approximately equal to I and tan R is approximately equal to R ആയിട്ട് എടുക്കാം. Tan I is approximately equal to I, tan R is approximately equal to R. അപ്പൊ എങ്ങനെ വരും? I by R equal to No dash by No. I by R എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്? I by R എത്രയാണ്? 1 by N. അപ്പൊ എങ്ങനെ എഴുതാം? 1 by N equal to No dash by No. അപ്പൊ എങ്ങനെ എഴുതാം? N equal to റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N equal to No by No dash. No എന്ന് പറയുന്നത് എന്താ? No എന്ന് പറയുന്നത് എന്താ? റിയൽ ഡെപ്ത്. No dash എന്ന് പറയുന്നത് എന്താ? അപ്പാരന്റ് ഡെപ്ത്. റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. ന്യൂമെറിക്കൽ ചോദിക്കോട്ടെ ഇതിന്ന്. റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. ശ്രദ്ധിച്ച് ചെയ്യണേ, മനസ്സിലാക്കി പോണോട്ടോ. അഭിരാമി എവിടെയാ? തൻവിക്ക് കിട്ടിയാ? അക്വിന് മനസ്സിലായ? ആശ കിട്ടിയാ? പറഞ്ഞു. ഏതാ? എന്നിട്ട് പിന്നെ അത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി നമുക്ക് എന്നോട് ഏത് ഇത് അപ്രോക്സ് നമ്മൾ ഇത് ചെയ്തില്ലേ? സൈനായി മാറ്റിയിട്ട് നമ്മൾ ഐന്ന് കൊടുത്ത് സൈനാർ മാറ്റിയിട്ട് ആറിന്റെ I by R equal to 1 by. ഇവിടെ അതുപോലെ തന്നെ സൈനായി മാറ്റിയിട്ട് ടാനായി മാറ്റിയിട്ട് ഐന്ന് കൊടുത്ത് ടാനാർ മാറ്റിയിട്ട് ആറിന് I by R equal to No dash by No എന്ന് കിട്ടി. ഇനി I by R എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് കിട്ടിയത് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1 by N equal to No dash by No. N equal to No by No dash. എലൈഷക്ക് മനസ്സിലായോ? ഇല്ല ഇനിയുണ്ട്. ഇത് ഇതില് മെറ്റീരിയലുള്ള ഓർഡറിൽ തന്നെ എടുത്തു പോകാന്ന് ചർച്ച ചെയ്യാൻ ഇത് പറഞ്ഞു. നിങ്ങളുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ഇത് വരാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കണ്ട എങ്ങനെയാന്ന്. ജസ്റ്റ് ചുമ്മാ ഇക്വേഷൻ എങ്ങനെ പഠിച്ചു വെക്കണത്. ആപ്ലിക്കേഷൻ അപ്പോൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല, ജസ്റ്റ് പറഞ്ഞു പോയതല്ലേ. നമുക്ക് ജസ്റ്റ് പറയാം, നല്ല കണ്ടന്റ് കിട്ടുള്ളൂ. ആണോ? അത് കുറെ അത്യാവശ്യം നല്ലതായിട്ടില്ലേ പോർഷൻസ് പെട്ടെന്ന് തീർക്കാനായിരിക്കും. അത് തന്നെ നമ്മളിപ്പോ നോക്കുമ്പോഴത്തേക്കും പൊക്കത്തുള്ളത് പോലെ കാണുമെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അടിയിലല്ലേ. അത് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും പൊക്കത്താണെന്ന്, പക്ഷെ സംഭവം അടിയിലായിരിക്കും കുറച്ചുകൂടി. എഴുതിയാ? ഗൗരി എഴുതി കഴിഞ്ഞാ? ഇല്ലേ? വേഗം എഴുതിക്കോ. ദേവ എഴുതിയാ?
അവനെ മാറ്റിയത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കില്ല കേട്ടാ നിങ്ങള്. നീ എഴുതിയ? നീ എന്താ എഴുതാത്ത? അവന്റെ ബുക്കിലാണല്ലോ. ഹാക്കർ മോൻ കൊള്ളാല്ലേ. വേദന ഉണ്ടാ കൈക്ക്? കഴിഞ്ഞ എഴുതി കഴിഞ്ഞ ഗൗരി? കഴിഞ്ഞ കഴിഞ്ഞ ഒരു മിനിറ്റ്. കഴിഞ്ഞ ഗൗരി? കഴിഞ്ഞ? ഓക്കെ. എന്താണ് ഏത്? ഇല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൂവ് ചെയ്യണല്ല ഇത്. റിയൽ ഡെപ്ത് ആ ഒരു റിലേഷൻ കാണിക്കാൻ വേണ്ടിയാ. റിയൽ ഡെപ്ത് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ വാട്ടർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പലതിനും പലതായിരിക്കില്ലേ. ഇതാ റിലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അതായത് റിഫ്രാക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തും. അത് നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഡെപ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് പൊക്കത്താണെങ്കിൽ പക്ഷെ ആക്ച്വൽ ഡെപ്ത് താഴെയല്ലേ. അപ്പൊ അത് റിഫ്രാക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. റിഫ്രാക്ഷനിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ഓക്കെ, അടുത്തത് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചേ, ഇപ്പൊ ഒരു റേ ഓഫ് ലൈറ്റ് അത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കും. റേ ഓഫ് ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അപ്പൊ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുവാണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ഡെൻസർ ടു റെയർ ആകുമ്പോഴത്തേക്കും ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അങ്ങനെയല്ലേ പോകുന്നത്? ഓക്കെ, ഇനി ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ റേ ഓഫ് ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഇത് ഈ ഒരു സർഫസിനെ ഗേസ് ചെയ്ത് പോകും. അതായത് സർഫസിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാ. സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ എന്താ പറയാ? റേ ഓഫ് ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയറർ. എന്ത് സംഭവിക്കും? നോർമലിന് എവേ പോകും, അത്രേ ഉള്ളൂ. ഇനി ഈ പോകുന്ന ഈ റേ എന്ന് പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് ഈ സർഫസിന് ഗേസ് ചെയ്ത് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു 90 ഡിഗ്രി ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. മനസ്സിലായ? ക്രിട്ടിക്കൽ ആംഗിൾ എന്താന്ന് കിട്ടിയാ? കിട്ടിയില്ല? കിട്ടി. ദൈവം ഒന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ ആംഗിൾ എന്താ? അല്ല, കൃത്തിക്ക് പറഞ്ഞാലും മതി. കിട്ടിയില്ല, അതെന്താ കിട്ടാനെ? ശ്രദ്ധിച്ചില്ല, ചിരിക്കണായിരുന്നു രണ്ടുപേരും കൂടി. പറ, എന്നാ നീ പറഞ്ഞാ മതി, ദേവ പറഞ്ഞാ മതി. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം അടക്കം, അതാ നല്ലത്. പറഞ്ഞോ. ഇവിടെ ഒന്നുമില്ല, പറഞ്ഞോ. അങ്ങനെ പോയിട്ട് അത് അക്വിനൊന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാരോടും ചോദിക്കും. പറഞ്ഞോ, അക്വിൻ പറഞ്ഞു കൊടുക്കും. മെറ്റീരിയലൊന്നും പറയണ്ട, നോക്കി മനസ്സിലായത് പറഞ്ഞാൽ മതി. ഇങ്ങനെ പോവും. അഭിരാമ ഭാഗത്തേക്ക് നോക്കണില്ലേ? ഇനി ഞാൻ ചോദിക്കുമെന്നോർത്തായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ഒരു റേ ഓഫ് ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോണേണ്. ഓക്കെ, അപ്പൊ എന്താ സാധാരണ സംഭവിക്കുക? എന്താ? ബെൻഡ് എവേ ഫ്രം ദ നോർമൽ അല്ലേ സംഭവിക്കുന്നത്. ഇവിടെ ഈ ഒരു ആംഗിൾ, ഈ ഒരു പോകുന്ന റേ ഇവിടെ ഒരു 90 ഡിഗ്രി ആയിട്ട് പോകുവാണെന്ന് വിചാരിക്കും. അതായത് ഈ സർഫസിൽ കറക്റ്റ് ആ സർഫസിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോവുക. ഇങ്ങനെ പോകുന്ന റേ ഇത് നോർമൽ ആണെങ്കിൽ ബെൻഡ് എവേ എന്നാ നമ്മൾ പഠിക്കുന്നത്. ഇനി പോകുന്നത് എക്സാക്ട് ഇങ്ങനെ ആ സർഫസിൽ കൂടെ തന്നെ പോകുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുവാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് സർഫസിന് ഗേസ് ചെയ്ത് പോകും. ഇവിടുത്തെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകും. മനസ്സിലായ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ്, പക്ഷെ കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രിയിൽ പോകും. അത്രേ ഉള്ളൂ. ഓക്കെ, എഴുതിക്കും. ക്രിട്ടിക്കൽ ആംഗിൾ ഇറ്റ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. മെറ്റീരിയൽ ഉണ്ട്, എന്നാലും വായിക്കില്ല, അതുപോലെ ഞാൻ പറഞ്ഞു. എഴുതിക്കും. ഇറ്റ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് subtended by ray of light
traveling from denser medium to rarer, traveling from denser to rarer, for which the refracted ray travel along the surface separating two media, for which angle of refraction equal to 90 degree. Angle of refraction equal to 90 degree. ഓർക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചിട്ടോ കറക്റ്റ് അതിനെ കേസ് ചെയ്ത് പോകും. ആംഗിൾ ഓഫ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിലിപ്പോ റേ ട്രാവൽ ചെയ്യുന്നത് ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം ആണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് 90 ഡിഗ്രി ഒന്നും അല്ലല്ലോ. ബെൻഡ് എവേ എന്ന് മാത്രമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. സാധാരണ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. പക്ഷെ ഈ കേസിൽ നോക്കിക്കേ, ഇവിടെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എത്രയാവും? 90 ഡിഗ്രി ആവും. ഓക്കെ, ഇത് കിട്ടാൻ വേണ്ടി ഞാൻ പിന്നെയും പറയുന്നത്. ഓക്കെ, അടുത്തത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അഭിരം ഇതൊന്ന് ഫില്ല് ചെയ്ത് തരാൻ പറയൂ. ഇതാ, ഇത് ഗ്രീൻ, ഇതല്ല, ഇത് ഗ്രീനാണ്. ഇത് ഗ്രീനാണ്. ഇത് ഓക്കെ, അടുത്തത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഇതൊരു ഡെൻസർ മീഡിയം ആണെന്ന് വിചാരിക്കാം, വാട്ടർ ആണെന്ന് വിചാരിച്ചോ. ഡെൻസർ മീഡിയം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ റേ ട്രാവൽ ചെയ്യുന്നത് ഡെൻസർ ടു റയറർ ആയിരിക്കും കേട്ടോ. കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ചോദിച്ചാലും ഫസ്റ്റ് മെയിൻ എഴുതേണ്ട പോയിന്റ് റേ ട്രാവൽ ഫ്രം ഡെൻസർ ടു റയറർ. ഡെൻസർ മീഡിയത്തിൽ നിന്നായിരിക്കും എപ്പോഴും റയറർ മീഡിയത്തിലേക്ക് പോകുന്നത്. അതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എഴുതേണ്ട പോയിന്റ്. എന്താണ്? ഡെൻസർ ടു റയറർ. അപ്പൊ നമുക്കൊരു വാട്ടർ മീഡിയം കൺസിഡർ ചെയ്യാം. ഈ വാട്ടറിൽ നിന്ന് ഇവിടെ നിന്ന് ഇപ്പോ ഒരു റേ ഓഫ് ലൈറ്റ്, നോർമല് ഇൻസിഡന്റ് റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ ഡെൻസർ ടു റയറർ ആകുമ്പോ എന്താ സംഭവിക്കുക? ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഓക്കെ, ഇത് I1 ആണെങ്കിൽ നമുക്ക് ഇത് എന്തായിട്ട് എടുക്കാം? R1. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ചുകൂടി കൂട്ടി വരച്ചെന്നിരിക്കട്ടെ. നോർമല് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോ എന്തും കൂടും? അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിൾ കൂടുതലാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് തന്നെയായിരിക്കും? കൂടി വരും. ഇപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I2 ആയിട്ട് എടുത്തേ. അപ്പോൾ ഇതും ഡെൻസർ ടു റയറർ ആണ്. അപ്പോഴും എന്ത് തന്നെ സംഭവിക്കും? ബെൻഡ് എവേ ഫ്രം ദ നോർമൽ ആണ്. പക്ഷെ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇതിനേക്കാളും കുറച്ചും കൂടി ആംഗിൾ വന്നു, R2. ഇനി ഞാൻ അടുത്ത കേസിൽ വരയ്ക്കുന്നത് കുറച്ചും കൂടി കൂട്ടിയാണ് വരക്കുന്നത്. ആ ഇതിലുള്ള മെറ്റീരിയൽ ഉള്ളതുപോലെ കറക്റ്റ് ആയിട്ട് വരക്കണം കേട്ടോ. ഇനി അടുത്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതിനേക്കാളും കുറച്ചുകൂടി കൂട്ടി വെച്ച് ഇത് നോർമല് I3 ആയിട്ട് എടുത്ത് ഇനി ശ്രദ്ധിച്ചേ. ഇനി നമ്മുടെ റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കും. ക്രിട്ടിക്കൽ ആംഗിൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇവിടുത്തെ ആംഗിളിന്റെ പേര് എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആകും? ക്രിട്ടിക്കൽ ആംഗിളിന് ഈക്വൽ ആകും. അപ്പൊ മനസ്സിലായല്ല? ഇവിടെ 3 കേസിന് ഫസ്റ്റ് വരച്ച 2 കേസിന് നമ്മൾ പഠിച്ചത് എന്താ? റേ ഓഫ് ലൈറ്റ്. ശ്രദ്ധിക്കണേ, റേ ഓഫ് ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം.
എന്താ സംഭവിച്ച ബെൻഡ് അവേ ഫ്രം ദ നോർമൽ, അതൊരു ചെറിയ ആംഗിളിൽ പോയി. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ചുകൂടി കൂട്ടി വരച്ചു, അതായത് ആംഗിൾ ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിൾ കുറച്ചുകൂടി കൂടിയപ്പോ അവിടെ എന്ത് സംഭവിച്ച് റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിളും എന്ത് ചെയ്ത് കുറച്ചും കൂടി കൂടി. ഇനി അടുത്ത കേസിൽ ഞാൻ വരച്ചപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇൻസിഡന്റ് ചെയ്ത ആംഗിൾ ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടി വരച്ച്. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയിൽ പോയി. അപ്പൊ നമുക്ക് ആ കേസ് അറിയാം, 90 ഡിഗ്രിയിലാണ് പോയതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. I ഈക്വൽ ടു സി, ക്രിട്ടിക്കൽ ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ R4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത കേസ് ഞാൻ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ട് പിന്നെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി. ഇതാണ് നോർമൽ എന്ന് വിചാരിക്കുക. ഓക്കെ, I4 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായി. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായി എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തിനേക്കാളും കൂടുതലായിരിക്കും? ഇവിടെ ഈ രണ്ട് കേസിനേക്കാളും കൂടുതലായിരിക്കില്ലേ? അപ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ സി. ഇവിടത്തെ കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് അല്ലെ. ഇനി ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇവിടെ വരച്ചതിനേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ടാണ് വരുന്നതെങ്കിൽ ആ കേസിൽ നടക്കുന്നതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ റേ ഓഫ് ലൈറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദ സെയിം പാത്ത്. അതായത് വന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ താഴേക്ക് പോകും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം. രണ്ട് കണ്ടീഷൻ മാത്രമേ ഇതിന് നോക്കി വെക്കാനുള്ളൂ. ഫസ്റ്റ് വൺ, ദ റേ ഓഫ് ലൈറ്റ് ഇസ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ അതേ സർഫസിൽ കൂടെ തന്നെ പോവില്ലേ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ വരുമ്പോ എന്താ സംഭവിക്കുക? ഇസ് റിഫ്ലക്റ്റഡ് ബാക്ക്. അതായത് ഈ വഴി തന്നെയാണ് വന്നതെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ താഴേക്ക് പോകും. റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദ സെയിം പാത്ത് കിട്ടിയ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ ഫിഗർ ജസ്റ്റ് മനസ്സിൽ ഓർത്തു വെച്ചാൽ നല്ലത്. ഇത് രണ്ടും വരച്ച് കാണിച്ചത് ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് വരച്ചത്. ആദ്യം നമ്മൾ വരച്ചപ്പോൾ ഒരു കുറച്ച് ആംഗിള്, പിന്നെ വന്നപ്പോൾ കുറച്ചുകൂടി കൂടി വന്ന്, പിന്നെ വന്നപ്പോൾ 90 ഡിഗ്രി വന്നപ്പോൾ നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ ആണ് 90 ഡിഗ്രിയിൽ വന്നിരിക്കുന്നത്. അതായത് റിഫ്രാക്ട് ചെയ്ത ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയി. പിന്നെ വന്ന കേസിൽ എന്താ നോക്കിയേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയി. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ടുണ്ടെങ്കിൽ അടുത്ത കേസിൽ ഇവിടെ വരെ വന്നത് അടുത്ത കേസിൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ട് വരുമെങ്കിൽ ആ റേ താഴേക്ക് തന്നെയല്ലേ പോവുള്ളൂ അല്ലെ? അതാണ്. അപ്പൊ റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദ സെയിം പാത്ത്. അപ്പൊ 2 പോയിന്റ് കിട്ടിയല്ല. ഫസ്റ്റ് വൺ, റേ ഓഫ് ലൈറ്റ് ഇസ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ആൻഡ് സെക്കൻഡ് വൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഈ 2 പോയിന്റും എന്തായാലും പറയണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഫിഗർ വന്ന് വരച്ചു വെച്ചോ ജസ്റ്റ്. ഏത്? ഇല്ല, അത് ആ വരുന്ന ആംഗിൾ ഇതിനേക്കാളും കൂടുതലാണെന്നേ ഉള്ളൂ ഈ ഒരു സർഫസ്. അതായത് റിഫ്രാക്ട് ചെയ്തു പോകുന്നത് 90 ഡിഗ്രിയിലാണ്, അത്രേ ഉള്ളൂ. എവിടെ? അത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് റിഫ്രാക്റ്റിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ വരുന്നത് കണ്ടോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഇൻസിഡന്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ വരുന്നത് 90 ഡിഗ്രി വരുന്നത്. അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനേക്കാളും ഈ വരച്ച I3നേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ 90 ഡിഗ്രിക്ക് കൂടുതലായിട്ട് വരുള്ളൂ. എന്താ കഴിഞ്ഞ സോറി ചിരിയാണ്. എന്ത് ചേച്ചി? ശരിയില്ലാത്തതിന്റെ സമാധാനമായി. 6 മണിക്ക് എന്റെ സ്റ്റുഡന്റ് വന്നിരിക്കുന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നിട്ടും വന്നില്ലേ?
എന്തിട്ടാ ലേറ്റ് ആയത്? എന്നാലും വന്നില്ലേ? കണ്ടായിരുന്നു. കുറച്ചാൾ കൂടെ ഉള്ളു. PG അല്ലേ, 2 വർഷമല്ലേ? ടീച്ചിങ് ചിലപ്പോഴേ നോക്കുള്ളൂ. എയർ ട്രാഫിക് കോളേജാണ്. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് റേ ഓഫ് ലൈറ്റ് പോകണയാണ്. നമ്മൾ സ്നെൽസിൽ എഴുതി sin I by sin R equal to refractive index of second medium with respect to first medium. ഓക്കെ, n1 n2 this is equal to 1. ഇത് n ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, sin I by sin R equal to 1 by n. ഇനി നമ്മുടെ കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ, അതായത് ഇവിടെ നിന്ന് പോകുന്ന റേ ഇത് ഈ ഒരു സർഫസിനെ കേസ് ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആ ആംഗിളിന് നമ്മൾ പറയുന്ന ക്രിട്ടിക്കൽ ആംഗിൾ എന്നല്ലേ. അപ്പോൾ I equal to C, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് is equal to ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ഒരു കേസ് ആണ് നോക്കേണ്ടത്. I equal to C ആൻഡ് ഇവിടുത്തെ റിഫ്രാക്ടിങ് ആംഗിൾ എത്രയാവും? റിഫ്രാക്ടിങ് ആംഗിൾ എത്രയാവും? 90 ഡിഗ്രി ആവും. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I equal to C ആവും. അപ്പൊ sin C by sin 90 equal to 1 by n. That is sin C equal to 1 by n, n equal to 1 by sin C. ഇതാണ് റിലേഷൻ കണക്ടിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ഒരു കേസ് മാത്രം ഓർത്താൽ മതി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ ഇവിടുത്തെ റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിളിന്റെ വാല്യൂ 90 ഡിഗ്രി. അതങ്ങ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അത്രേ ഉള്ളൂ. കഴിഞ്ഞോ? കൃത്തിക്ക് കഴിഞ്ഞോ? ഓക്കെ, ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താന്ന് പഠിച്ചു. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ബാക്ക്
along the same path. അപ്പൊ റിഫ്ലക്ട് ബാക്ക് ചെയ്യും. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഡയമണ്ട്. സ്പ്രിംഗ്ലിംഗ് ഓഫ് ഡയമണ്ട്, അതായത് ഡയമണ്ട് ഗ്ലിറ്റർ ചെയ്യൂലേ, ഡയമണ്ട് തിളങ്ങൂലേ, അതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമിന് ഇത് ചോദിക്കും, പക്ഷെ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഡയമണ്ടിന്റെ ഗ്ലിറ്ററിങ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോ, TIRന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഗ്ലിറ്ററിങ് ഓഫ് ഡയമണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ മിറാഷും വരും, ഒപ്റ്റിക്കൽ ഫൈബറും വരും, പ്രിസം, മിറാഷ്, ഒപ്റ്റിക്കൽ ഫൈബർ, പ്രിസം. അപ്പൊ ഫസ്റ്റ് വൺ ഡയമണ്ട്. ഡയമണ്ട് എങ്ങനെയാണ് ഗ്ലിറ്റർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ഒരു ഡയമണ്ടിന്റെ ഫേസ് ആണിതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഡയമണ്ടിന്റെ ഫേസ് ആണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യണേ. ഓക്കെ, ലൈറ്റ് എൻ്റർ ചെയ്യുന്നു. ഇവിടെ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കേണ്ട കണ്ടീഷൻ നമ്മൾ പഠിച്ചു. ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഇത് നോർമൽ ആണെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. പിന്നെ ഇങ്ങോട്ട് വരും അങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ, ലൈറ്റ്, അതായത് ഡയമണ്ടിന്റെ ഒരു ഫേസിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. എന്താ സംഭവിക്കുക? റിപ്പീറ്റഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ട് ഫൈനലി ഇത് എന്താ സംഭവിക്കുക? ഈ റേ ഓഫ് ലൈറ്റ് 2-3 ഫേസിൽ കൂടി ഇത് എമർജ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഇത് എന്തായിട്ട് തോന്നുന്നത്? ഗ്ലിറ്റർ ചെയ്യുന്നത് പോലെ തോന്നുന്നത്. മനസ്സിലായ? ഓക്കെ, ഒരു ഡയമണ്ടിന്റെ ഒരു ഫേസ് ആണെന്ന് വിചാരിക്കുക. അതിലേക്ക് റേ ഓഫ് ലൈറ്റ് കയറി കഴിയുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ, അതായത് റേ ഓഫ് ഇൻസിഡന്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഡയമണ്ട് എന്ത് ചെയ്യുന്നത്? ഗ്ലിറ്റർ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. ഗ്ലിറ്റർ ചെയ്യുന്നതിന്റെ റീസൺ ആണ് റിപ്പീറ്റഡ്. അത് എഴുതി വെച്ചോട്ടെ. റിപ്പീറ്റഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഈസ് ദ റീസൺ. ഓക്കെ, അതാണ് ഡയമണ്ട്. ഗ്ലിറ്ററിംഗ് ഓഫ് ഡയമണ്ട് ഈസ് ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. Light entering into the diamond undergo repeated reflection. Light entering into the diamond undergo repeated reflection. Repeated total internal reflection and emerges out into 2 or more faces. അതിന്റെ 2-3 ഫേസിൽ കൂടെ അത് എമർജ് ചെയ്യും. അപ്പോഴാണ് ഗ്ലിറ്റർ ചെയ്യുന്ന പോലെ തോന്നുന്നത്. അതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. എമർജ് ഔട്ട് ഇൻടു 2 or more faces. ഇനി സെക്കൻഡ് വൺ പ്രിസം. ഓക്കെ, പ്രിസം. പ്രിസം നമുക്ക് 2 ടൈപ്പ് പ്രിസമാണ് പഠിക്കാനുള്ളത്. 180 ഡിഗ്രി റിഫ്ലക്റ്റിംഗ് പ്രിസം ഉണ്ട്, 90 ഡിഗ്രി റിഫ്ലക്റ്റിംഗ് പ്രിസം ഉണ്ട്. 2 ടൈപ്പ് പ്രിസം വരക്കാനുണ്ട്. വരച്ചാൽ മാത്രം മതി, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒരു പ്രിസം നമ്മൾ കൺസിഡർ ചെയ്ത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കണമെന്ന് വിചാരിക്കും. ആ ഒബ്ജക്റ്റിന്റെ ഹെഡും ടെയിലും, ഓക്കെ, ഒബ്ജക്റ്റിന്റെ ഹെഡും ടെയിലും കൺസിഡർ ചെയ്ത്, ഓക്കെ, ഇവിടെ നിന്ന് റേ ഓഫ് ലൈറ്റ് എൻ്റർ ചെയ്ത് ഇത് നോർമൽ ആണെന്ന് വിചാരിക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയി. അപ്പൊ എന്ത് സംഭവിച്ച്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെയും അതുപോലെ തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. ഇത് നോർമൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. എന്നിട്ട് റേ ഓഫ് ലൈറ്റ് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഹെഡിൽ നിന്ന് വരച്ചത് ഇവിടെ എത്തി. ഇനി അടുത്തത് ഇങ്ങനെ വന്നു. അതുപോലെ തന്നെ, അതായത് ഈ ഒരു ഒബ്ജക്റ്റ്, ഒരു പ്രിസം നമ്മൾ കൺസിഡർ ചെയ്ത് ഒരു ഒബ്ജക്റ്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഹെഡും ടെയിലുമാണ് കൊടുത്തേക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഹെഡിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് വന്നു, ഇവിടെ ഇൻസിഡന്റ് ചെയ്തു. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരുന്നു. ഇൻസിഡന്റ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അതുകൊണ്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. അത് ഇങ്ങനെ പോയി ഈ ഒരു ഡയറക്ഷനിൽ വന്നു. ഇനി അതിന്റെ ടെയിലിൽ നിന്ന് പോയ ആ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ വരെ വന്നു. അപ്പൊ നോക്കിക്കേ, ഈ ഒബ്ജക്റ്റ് ഇങ്ങനെയായിരുന്നു ഇരുന്നത് അല്ലെ? അതിനെ എങ്ങനെ വന്നു? ഇവിടെ നിന്ന് ഹെഡിൽ നിന്ന് പോയത് ഇങ്ങനെ വരച്ച് ഹെഡിന്റെ പോയിന്റ് ഇവിടെ എത്തി. ടെയിലിൽ നിന്ന് പോയത് ഇവിടെ വരച്ചു, അതിന്റെ പോയിന്റ്, ടെയിലിന്റെ പോയിന്റ് ഇവിടെ എത്തി. അപ്പൊ ഇങ്ങനെ ഇരുന്ന ആ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്തു? തിരിച്ചാണ് കാണിച്ചത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? അപ്പൊ നോക്കിക്കേ, ഇത് ആന്റി പാരലൽ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ എത്ര ഡിഗ്രി ആയിരിക്കും വരുന്നത്? 180 ഡിഗ്രി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രിസത്തിനെ 180 ഡിഗ്രി റിഫ്ലക്റ്റിംഗ് പ്രിസം എന്ന് പറയുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ ഇരുന്ന ഒബ്ജക്റ്റിനെ അത് കാണിച്ചത് ഇങ്ങനെ ആന്റി പാരലൽ ആയിട്ടാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് 180 ഡിഗ്രി. അപ്പൊ 180 ഡിഗ്രിയിൽ ഒരു ഒബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കാൻ പറ്റി.
അതിനെയാണ് നമ്മൾ റിഫ്ലക്റ്റിംഗ് 180 ഡിഗ്രി റിഫ്ലക്റ്റിംഗ് പ്രിസം എന്ന് പറഞ്ഞത്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ആ മെറ്റീരിയൽ എന്തോ തന്നിട്ടുണ്ട് 2 സെന്റൻസ്, അപ്പൊ നോക്കിയിട്ട് ഇത്ര എഴുതിയാൽ മതി. ഇനി 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ച് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, നോക്കിക്കേ, വരച്ചത് മനസ്സിലായ? ഇവിടെ വരച്ച് കാണിച്ചാലും ഇവിടെ വരക്കാൻ ശ്രദ്ധിച്ചോ. 90 ഡിഗ്രി കൺസിഡർ ചെയ്യാൻ വേണ്ടി ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അതിന്റെ ഹെഡും ചെയ്യും. അപ്പൊ ഹെഡിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് വന്നു, ഇവിടെ ഇൻസിഡന്റ് ചെയ്തു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അവിടെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. അത് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ ഹെഡിൽ നിന്ന് വന്നത് ഇവിടെ വന്നു. ഇനി അടുത്തത് ടെയിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരുന്ന ഒബ്ജക്റ്റ് ഈ ഒരു ആംഗിളിലെത്തി. അതായത് എത്ര ഡിഗ്രി അവിടെ അപ്പൊ വന്നേക്കുന്നത്? ഇങ്ങനെ ഇരുന്ന ഒബ്ജക്റ്റ് ഇങ്ങനെ ആയില്ലേ? അപ്പൊ എത്ര ഡിഗ്രി ഇവിടെ വന്നു? 90 ഡിഗ്രി. അതുകൊണ്ടാണ് ആ പ്രിസത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? 90 ഡിഗ്രി റിഫ്ലക്റ്റിംഗ് പ്രിസം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും വരച്ചോ. എന്തുപറ്റി? ഏതാണ്? വേറെ കേസ് വല്ലതും പറയുന്നുണ്ടോ? ഇതിപ്പോ ഞാൻ ഇതിലുള്ളത് മാത്രമാണ് ഞാൻ നോക്കിയത്. 90, 180 അവിടെ ഇത്ര നോക്കിയാൽ മതി. ഓക്കെ, പ്രിസം വരച്ചാ? വരച്ചാ? ആൻ വരച്ചു കഴിഞ്ഞ? ഓക്കെ, അടുത്തത് മിറാഷ്. ഓക്കെ, മിറാഷ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇലൂഷൻ ആണ്. ഒപ്റ്റിക്കൽ ഇലൂഷൻ എന്നാണ് പറയുന്നത്. അത് നമ്മൾ കാണുന്നത് ഡെസേർട്ടിൽ അല്ലെങ്കിൽ ഹോട്ട് സമ്മർ ഡേയ്സിലാണ് ഇത് കാണുന്നത്. ഡെസേർട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഡെസേർട്ടിൽ ഭയങ്കര ചൂടല്ലേ? അപ്പൊ നമ്മളിപ്പോ പൊക്കത്തേക്ക് നോക്കുവാണെങ്കിൽ സണ്ണിന്റെ ആ ഒരു എഫക്ട് കാരണം നമുക്ക് പൊക്കത്തേക്ക് നോക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഒരു ട്രീ ഉണ്ട്, ഇവിടെ ഒരു ട്രീ ഉണ്ടെന്ന് വിചാരിക്കും. ആ ട്രീനെ ഇവിടെ നിന്ന് ഒരാൾക്ക് നേരെ പൊക്കത്തേക്ക് നോക്കാൻ പറ്റുമോ ഡെസേർട്ടിൽ? ഇല്ല. അപ്പൊ താഴേക്കായിരിക്കും നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു ഇമേജ് കിട്ടുന്നത് ഇവിടെയാണ്. അതിനെയാണ് നമ്മൾ മിറാഷ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മിറാഷ് അപ്പൊ മിറാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് മനസ്സിലായി? ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇലൂഷൻ സീൻ ഇൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഹോട്ട് സമ്മർ ആയിട്ടുള്ള ഡേയ്സിൽ കാണുന്നതാണ്. അപ്പൊ നമുക്ക് എർത്തിന്റെ സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എർത്തിന്റെ സർഫസിൽ ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, ആ ഡിഫറെന്റ് ലെയേഴ്സിന്റെയും ഡെൻസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ഡെൻസിറ്റി ആയിരിക്കും ഓരോ ലെയേഴ്സിനും ഉള്ളത്. ഇപ്പോൾ ഓരോ ലെയേഴ്സും കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ ഓരോ ലെയേഴ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള എന്തായിരിക്കും? ഡെൻസിറ്റി ആയിരിക്കും. ഡിഫറെന്റ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. എന്തിനുള്ളത്? ഓരോ ലെയേഴ്സിനും ഉള്ളത് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ചൂട് കൂടുതലായിരിക്കും. അപ്പൊ ഈ ഔട്ടർ മോസ്റ്റ്, അതായത് ഏറ്റവും താഴെയിലുള്ള ലോവസ്റ്റ് ലെയറിലായിരിക്കും ഫസ്റ്റ് ചൂട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എയർ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ലെയേഴ്സിലേക്ക് പോകുന്നത്. ഇത്ര ഓർത്താൽ മതി. ഈ ലാസ്റ്റത്തെ, അതായത് ഈ അടിയിലുള്ള ഏറ്റവും അറ്റത്തെ ലെയർ ആണ് റെയറർ ആയിരിക്കും. ഇവിടെ ഉള്ളത് ഡെൻസർ മീഡിയം ആയിരിക്കും. ഓക്കെ, മീഡിയം മാത്രം നോക്കിയാൽ മതി. ഡെസേർട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഓരോ സർഫസും ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. എർത്തിന്റെ ഓരോ സർഫസ് അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഓരോ ലെയേഴ്സിനും ഓരോ ടൈപ്പ് ഓഫ് ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. ഡിഫറെന്റ് ഡെൻസിറ്റി ആയതുകൊണ്ട് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഈ ഒരു അടിയിലത്തെ ലെയറിലായിരിക്കും ഫസ്റ്റ് ചൂട് പിടിക്കുന്നത്. എർത്തിന്റെ അടി ആ ഒരു ടോപ്പ്, അതായത് ഏറ്റവും അടിയിലുള്ള ലെയറിൽ ഫസ്റ്റ് ചൂട് പിടിച്ചിട്ടാണ് ഇത് എയർ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പൊക്കത്തേക്ക് എത്തുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഡെൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഈ ഒരു സർഫസിനെ നമുക്ക് റെയറർ ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഒരു ട്രീ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ട്രീ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരാൾ നിൽക്കണമെന്ന് വിചാരിക്കുക. ആൾക്ക് അപ്പോൾ ഡെസേർട്ടിലായിരിക്കുമ്പോൾ ട്രീ പൊക്കത്തേക്ക് നോക്കി അവിടെ ഒരു ട്രീ ഉണ്ടെന്ന് അത്രക്ക് റിഫ്ലക്ഷൻ ആയിരിക്കും വരുന്നതുകൊണ്ട് അത്ര നോക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പൊ ആൾ നേരെ താഴേക്കാണ് നോക്കുന്നതെങ്കിൽ അതിന്റെ ഇമേജ് ഇവിടെ കിട്ടും. അതിനെയാണ് നമ്മൾ പറയുന്നതെന്ന് പറയും. ഇനി ഇത് റെയറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ട്രീയുടെ ഇവിടെ നിന്ന് റേ ഓഫ് ലൈറ്റ് വരിക എന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് റേ ഓഫ് ലൈറ്റ് വരിക, ഡെൻസർ ടു റെയറർ ആണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, റേ ഓഫ് ലൈറ്റ് വരുന്നത്. അപ്പൊ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് റേ ഓഫ് ലൈറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക, ഡെൻസർ ടു റെയറർ. നമ്മൾ എന്തിന്റെ ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ അല്ലേ. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താ, റേ ഓഫ് ലൈറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയറർ. അപ്പോൾ ഡെൻസർ ഫസ്റ്റ് നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ഇവിടെ ഈ ഒരു അതായത് എർത്തിന്റെ സർഫസ് നമ്മൾ റെയറർ ആയിട്ടും ഔട്ട്സൈഡ് സർഫസ് നമ്മൾ ഡെൻസർ ആയിട്ടും കൺസിഡർ ചെയ്ത് അത്രയും മാത്രം ആലോചിച്ചാൽ മതിയെ. ഇനി റേ ഓഫ് ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വരുവാണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, നോർമൽ ആണെങ്കിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, ബെൻഡ് ചെയ്യും. പിന്നെ അടുത്തൊരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്ത് ഓരോ ലെയറിനും ഡെൻസിറ്റി ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ലെയറും നമ്മൾ കൺസിഡർ ചെയ്ത് വരുമ്പോൾ ബെൻഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ എന്ത് സംഭവിക്കും, ആംഗിൾ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇപ്പൊ ഏകദേശം ഈ ഒരു പോയിന്റ് ഞാൻ വരച്ച് കാണിച്ചതേ ഉള്ളൂ. ഏത് പോയിന്റ് ആയിക്കോട്ടെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ റേ ഓഫ് ലൈറ്റ് എങ്ങോട്ട് പോകും, തിരിച്ച് ഇവിടെ നിന്നാണ് വന്നതെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്, ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ആള് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ് റേ ഓഫ് ലൈറ്റ് പോകുന്നത്. ഇനി ഇയാളുടെ ആക്ച്വൽ പൊസിഷൻ നോക്കാനാണെങ്കിൽ ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും ആ ട്രീ കാണുന്നത്. മനസ്സിലായി, ഇതിനെയാണ് ഒപ്റ്റിക്കൽ എലൂഷൻ അഥവാ മിറാഷ് എന്ന് പറയുന്നത്. ഈ ഒരു ഒപ്റ്റിക്കൽ എലൂഷനെയാണ് നമ്മൾ മിറാഷ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഡീറ്റെയിൽ ആയിട്ട് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. മിറാഷ് എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഇലൂഷൻ ആണ്. ഡെസേർട്ടിൽ അല്ലെങ്കിൽ ഹോട്ട് സമ്മർ ഡേയ്സിലാണ് ഈ ഒരു പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എർത്തിന്റെ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്ത് ഓരോ സർഫസിനും ഡിഫറെന്റ് ആയിട്ടുള്ള എന്തായിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓരോ സർഫസിലും റിഫ്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്ത് ഇവിടെ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ആൾക്ക് ഡയറക്റ്റ് പൊക്കത്തേക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ ഡയറക്റ്റ് പൊക്കത്തേക്ക് നോക്കി ട്രീനെ കാണാൻ പറ്റില്ല, പക്ഷെ പകരം അയാൾക്ക് താഴെ കാണാൻ പറ്റും. അതായത് ആളുടെ ഓപ്പോസിറ്റ് താഴെ കാണാൻ പറ്റും. ഇങ്ങനെ നോക്കാൻ പറ്റില്ലെങ്കിലും ആൾ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് താഴെയായിട്ട് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു നിഴല് പോലെ ആൾക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചെന്ന് മനസ്സിലായല്ല, ഇവിടെ ആയിരിക്കും ഫസ്റ്റ് ചൂടാവുന്നത്. അതുകൊണ്ട് ആ എയർ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പൊക്കത്തേക്ക് പോയിട്ട് ഇവിടെ തണുത്ത സ്ഥലമായിരിക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡെൻസർ ആയിട്ട് കൺസിഡർ ചെയ്ത് ഇതിനെ നമ്മൾ റെയറർ ആയിട്ട് കൺസിഡർ ചെയ്ത്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ കണ്ടീഷൻ വെച്ച് പറയാനാണെങ്കിൽ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ഡെൻസറിൽ നിന്ന് റെയററിലേക്ക് വന്നുകൊണ്ടിരിക്കണേ. ഓരോ പോയിന്റിലും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കണേണ്, ഓരോ പോയിന്റിലും റിഫ്രാക്ട് ചെയ്ത് ടോട്ടൽ എന്ത് സംഭവിച്ചു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. ഓരോ പോയിന്റിലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്ന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ആ റേ ഓഫ് ലൈറ്റ് വന്നത് ഇവിടെ നിന്നാണെങ്കിൽ അതേ വഴിക്ക് തന്നെ പോകും. ഇയാളുടെ ആക്ച്വൽ പൊസിഷൻ നോക്കിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും ആ ഇമേജ് കിട്ടുന്നത്. അത് വരച്ചിട്ടില്ലേ ഇത് ഫിഗറിൽ, നിർത്താം, അടുത്ത ക്ലാസ് നിർത്താൻ പറ്റും. ഇനി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കൂടി ഉണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അച്ഛൻ